15 മാസങ്ങൾക്കിപ്പുറം വെടിയൊച്ചകൾ നിലച്ച ഗസയിലേക്ക് ബാക്കിയായ ഉറ്റവരെയും കൊണ്ട് അവർ മടങ്ങിയെത്തുകയാണ്. വെടിയൊച്ചകളും രക്തച്ചൊരിച്ചിലുകളും അവസാനിച്ചതിന്റെ സന്തോഷം പങ്കിടുന്നവരും ആക്രമണത്തിൽ തകർന്നടിഞ്ഞ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിലൂടെ നടന്നുവരുന്ന ഫലസ്തീനികളുടെ വീഡിയോകളും ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു. എന്നാൽ അതെല്ലാം ഫേക്കാണെന്നും AI നിർമ്മിത ഫുട്ടേജുകളാണെന്നും പലരും അഭിപ്രായപ്പെട്ടു. ഫലസ്തീനിലെ ജബാലിയ ക്യാമ്പ് ഇസ്രായേലി ആക്രമണത്തിൽ തകർന്നു കിടക്കുന്നതും കൂറ്റൻ കോൺക്രീറ്റ് കൂനകൾക്കിടയിലുള്ള വഴിയിലൂടെ വണ്ടികളും ആളുകൾ നടന്നു പോകുന്നതുമെല്ലാം കാണിക്കുന്ന ഒരു ആകാശദൃശ്യം പുറത്തുവന്നിരുന്നു. ഈ ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ പലർക്കും അവിശ്വസനീയമായി തോന്നിയത്. എന്നാൽ അവയൊന്നും വ്യാജമല്ല. അൽ ജസീറയിലും റോയിട്ടേഴ്സിലും UAEയിലെ ഏറ്റവും പ്രചാരമുള്ള വാർത്താമാധ്യമങ്ങളിലൊന്നായ ഗൾഫ് ന്യൂസിലും ഇന്ത്യൻ മാധ്യമങ്ങളിലെ വാർത്തകളിലും ഉപയോഗിച്ചിട്ടുള്ളത് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന അതേ ഫുട്ടേജുകളാണ്. ഈ ചിത്രം പകർത്തിയത് വാർത്താ ഏജൻസിയായ AFPയുടെ ക്യാമറാമാൻ ഒമർ അൽ ഖത്തയാണ്. 2025 ജനുവരി 19 വടക്കൻ ഗസയിലെ യുദ്ധത്തിൽ തകർന്ന ജബാലിയ അഭയാർത്ഥി ക്യാമ്പിലേക്ക് ഫലസ്തീനികൾ മടങ്ങിയെത്തുന്നതിന്റെ ആകാശക്കാഴ്ച എന്നാണ് ചിത്രത്തിന് താഴെ കൊടുത്തിരിക്കുന്ന ക്യാപ്ഷൻ. മാത്രമല്ല, മാധ്യമങ്ങൾ ചിത്രത്തിന്റെ ക്രെഡിറ്റും ഒമറിന് നൽകിയിട്ടുണ്ട്. കൂടാതെ ഒമറിന്റെ ഇൻസ്റ്റഗ്രാം പേജിലും ഈ ഫുട്ടേജുകളും വീഡിയോകളും കാണാം. ഇതല്ലാതെ ഖാൻ യൂനിസിലും റഫയിലും തകർന്നടിഞ്ഞ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിലൂടെ ഫലസ്തീനികൾ തിരികെ എത്തുന്ന ചിത്രങ്ങളും പല ജേർണലിസ്റ്റുകളും ഷെയർ ചെയ്തിട്ടുണ്ട്. അതേസമയം 15 മാസം നീണ്ട സമാനതകളില്ലാത്ത ഇസ്രായേൽ കുരുതിക്ക് തൽക്കാലം അറുതിയാകുന്ന സന്തോഷത്തിലാണ് ഫലസ്തീനികൾ. ബാക്കിയായവരെയെങ്കിലും സന്തോഷത്തോടെ ചേർത്തുപിടിക്കാനാകുമെന്ന പ്രത്യാശ. ഉറ്റവരിൽ പലരെയും നഷ്ടപ്പെട്ട അവർ ഇനി അന്തിയുറങ്ങുക കെട്ടിയുയർത്തുന്ന താൽക്കാലിക തമ്പുകളിൽ. തൽക്കാലം ഉയർത്തുന്ന തമ്പുകൾക്ക് പകരം വീടുകൾ നിർമ്മിക്കാനും ഗസയെ വീണ്ടെടുക്കാനും എത്രയും പെട്ടെന്ന് അവർക്ക് സാധിക്കട്ടെ.